നമ്മുടെ ഈ നാട്ടിലെ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇവിടെ എത്രയോ പാവങ്ങളുണ്ടെന്നറിയാവോ? ഭർത്താവ് ഈ നഷ്ടപ്പെട്ടിട്ട് 2 പെൺകുട്ടികളെയും കൊണ്ട് യാതൊരു നിവൃത്തിയില്ലാതെ, അവർക്ക് വീട് സ്ഥലവും സെറ്റപ്പും ഒന്നുമില്ലാതെ വളരെ വളരെ കഷ്ടപ്പെട്ട് വല്ല കടയിലും പോയി സെയിൽസ് ഗേളായിട്ട് നിന്ന് ജോലി ചെയ്ത് വീട്ടിൽ മാസം കിട്ടുന്ന 15,000 രൂപ കൊണ്ടുവന്ന് കുട്ടികളെ വളർത്തി, വേറെ ആരും അവർക്ക് കുട്ടികളെ നോക്കാൻ കാണത്തില്ല. അവരെ സ്വന്തം വീട്ടിലിരുത്തി കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നോക്കി നന്നായിട്ട് അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് സ്വന്തം അപ്പൻ കാണത്തില്ല, അമ്മ കാണത്തില്ല, ആരും കാണത്തില്ല. ഇവിടെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും വാചാലനായ ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്, നേഴ്സായ ചേച്ചിയുണ്ട്, ഹസ്ബൻഡുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർക്കൊക്കെ ഇത്രയും സഹായം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, സുധി എന്ന് പറഞ്ഞ കലാകാരൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പുള്ളി ഈ നാടിന് വേണ്ടി എല്ലാം സേവനം അർപ്പിച്ച് പുള്ളിയുടെ പൈസ മൊത്തം തീർന്നതാണോ? പിന്നെ എന്തിനാണ് ഇവരെല്ലാവരുടെ കൂടി ഇങ്ങനെ ഇവർക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്യുന്നതെന്ന് വലിയൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ പല അസുഖങ്ങളും ബാധിച്ചെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഇതുപോലുള്ള ആൾക്കാർക്ക് ഒരു വീട് വെച്ച് കൊടുത്തിരുന്നുവെങ്കിലുണ്ടല്ലോ, അതിൽ നമുക്ക് അഭിമാനിക്കാമായിരുന്നു. അറിയാവോ? ഇത്രയും പ്രശ്നം അദ്ദേഹത്തിന് വരത്തുമില്ലായിരുന്നു. അദ്ദേഹം വീട്ടിൽ ഒരു സാധനം മേടിക്കണ്ടായിരുന്നു. വീട് മാത്രം വെച്ച് കൊടുക്കുക, നിങ്ങൾ എന്നിട്ട് പോവുക, അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ പരാതിയും പരിപ്പും ഒന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു.